ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 29 വ്യാഴം. ഇന്ന് ഒരു മലയാള സിനിമ തിയേറ്റർ റിലീസായി എത്തിച്ചേരുകയാണ്. തമിഴ് സൂപ്പർ സ്റ്റാർ അർജുൻ നായകനാകുന്ന വിരുന്ന് എന്ന മലയാള ചിത്രമാണ് ഇന്ന് തിയേറ്ററിലെത്തുന്നത്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരേ സമയം തമിഴിലും മലയാളത്തിലും റിലീസ് ചെയ്യുകയാണ്. മുകേഷ്, നിക്കി ഗൽറാണി, ആശാ ശരത്ത്, അജു വർഗീസ്, ധർമ്മജൻ ബോൾക്കാട്ടി, ബൈജു എന്നിങ്ങനെ വളരെ നല്ലൊരു താരനിരയും ചിത്രത്തിലുണ്ട്. ദിനേഷ് പള്ളത്ത് തിരക്കഥയൊരുക്കിയ ഈ സിനിമ നെയ്യാർ ഫിലിംസിന്റെ ബാനറിൽ ബാദുഷ, ഗിരീഷ് നെയ്യാർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. സരിപ്പോത ശനിവാരം എന്ന തെലുങ്ക് സിനിമ ഇന്ന് തിയേറ്ററിലെത്തുകയാണ്. ഈ സിനിമ സൂര്യ സാറ്റർഡേസ് എന്ന പേരിൽ തമിഴിലും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. വിവേക് ആത്രേയ രചനയും സംവിധാനവും നിർവഹിക്കുന്ന വിജിലന്റ് ആക്ഷൻ ത്രില്ലർ സിനിമയായ സരിപ്പോത ശനിവാരത്തിൽ നാനി, എസ് ജെ സൂര്യ, പ്രിയങ്ക മോഹൻ, അഭിരാമി, അതിഥി ബാലൻ, സായി കുമാർ, ശുഭലേഖ, സുധാകർ എന്നിവരാണ് അഭിനയിക്കുന്നത്. മാരി സെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ച് ആഗസ്റ്റ് 23 വെള്ളിയാഴ്ച തിയേറ്ററിൽ വൻ വിജയം നേടിയത് മുന്നേറുന്ന തമിഴ് സിനിമയാണ് വാഴൈ. കലയരശൻ നായകനാകുന്ന ഈ സിനിമയിൽ മലയാളി താരമായ നിഖില വിമലാണ് പ്രധാന താരമായി എത്തിയിട്ടുള്ളത്. ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി നേടിയെടുത്തത് 11,35 ലക്ഷം രൂപയായിരുന്നു. 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 16 കോടിക്ക് മുകളിലുമായിരുന്നു. 5 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 6 ദിവസം, അതായത് ഇന്നലെ കൂടി പിന്നിടുമ്പോൾ ഏകദേശം 20 കോടിക്ക് മുകളിൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ ആഗസ്റ്റ് 30 നാളെ വെള്ളിയാഴ്ച കേരളത്തിലും റിലീസ് ചെയ്യപ്പെടുകയാണ്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ ഡിമോണ്ടെ കെളനി 2 ആണ്. അജയ് ജ്ഞാനമുത്തു സംവിധാനം ചെയ്ത ഈ ഹൊറർ ത്രില്ലർ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നിലവിൽ 32 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 43 കോടി രൂപയുമാണ്. അതേസമയം കേരള ബോക്സ് ഓഫീസിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് വാഴ എന്ന മലയാള ചിത്രം തന്നെയാണ്. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തിയ ഈ സിനിമ ശ്രദ്ധേയമായ വിജയമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത്. കേവലം 3 കോടിയോളം മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ 13 ദിവസം കൊണ്ട് 30 കോടി ക്ലബിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ചിത്രം തിയേറ്ററിലെത്തി 14-ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയും ഈ സിനിമയ്ക്ക് കേരള ഗ്രോസ് കളക്ഷനായി 1 കോടിക്ക് മുകളിൽ നേടിയെടുക്കാനായിട്ടുണ്ട്. നിലവിൽ 25 കോടിയോളം രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 31-32 കോടി റേഞ്ചിലുമാണ്. മുടക്ക് മുതലിന്റെ 10 ഇരട്ടിയോളം നിലവിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഓഗസ്റ്റ് 15 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന മറ്റൊരു സിനിമ നുണക്കുഴിയാണ്. ബേസിൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ സിനിമ 14 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 13.5 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 21-22 കോടി റേഞ്ചിലുമാണ്. 5 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ മറ്റൊരു വിജയ ചിത്രമായി മുന്നേറുന്നത് 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയ മണിച്ചിത്ര താഴ് എന്ന മോഹൻലാൽ ചിത്രമാണ്. നിലവിൽ ഈ സിനിമയും ഹിറ്റ് പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഫാസിൽ സംവിധാനം ചെയ്ത് 1993 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത മണിച്ചിത്ര താഴിന്റെ 4K റീമാസ്റ്റർ പതിപ്പിന് വളരെ മികച്ച സ്വീകാര്യത തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യ 12 ദിവസം കൊണ്ട് ഈ സിനിമ ഏകദേശം 2,80 ലക്ഷം രൂപ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 4,10 ലക്ഷം രൂപയുമാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോൻ പ്രസൻസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നോബഡി. ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. 2025 തിയേറ്ററിലെത്തുന്ന ഈ സിനിമ റോഷാക്ക് എന്ന സൂപ്പർ ഹിറ്റ് മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്ത നിസാം ബഷീറാണ് സംവിധാനം ചെയ്യുന്നത്. 2025 തിയേറ്ററിലെത്തുന്ന ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് E4 എന്റർടൈൻമെന്റ് ആണ്. ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് APL ഫിലിംസുമാണ്. പുതുതായി തിയേറ്ററിലെത്തുന്നതും ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതുമായ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.